വളരെ വിവാദപരമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഒരു റെയ്ഡ് നടന്നു. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് CGST ഡിപ്പാർട്ട്മെൻറ്റാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡ് നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അവരുടെ ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് വാങ്ങാറുണ്ട്, ഒപ്പം തന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ച് UPI പേയ്മെൻറ്റുകൾ നടത്താറുണ്ട്. പക്ഷേ ഇവർ UPI പേയ്മെൻറ്റ് നടത്തുന്നത് അവരെ സ്റ്റാഫിൻ്റെ അക്കൗണ്ടാണ്. പക്ഷേ ഒരു സ്റ്റാഫിൻ്റെ അക്കൗണ്ട് അല്ല, ഒന്നിലധികം ആൾക്കാരുടെ ഗൂഗിൾ പേയുടെ ലിസ്റ്റ്, അതായത് അവരുടെ QR കോഡ് പ്രിൻ്റ് എടുത്ത് വെച്ച് അവർ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഏത് കസ്റ്റമർ വന്ന് ഫുഡ് കഴിച്ച് പുറത്തേക്ക് പോകുമ്പോഴും സ്കാൻ ചെയ്യുന്നത് ഈ സ്റ്റാഫിൻ്റെ QR കോഡിലേക്ക് ആയിരിക്കും. അപ്പം ഒരു തവണ Aയുടെ അക്കൗണ്ട് ആണെങ്കിൽ രണ്ടാമത് തവണ B, അല്ലെങ്കിൽ മൂന്നാമത് C, ഇങ്ങനെ പല ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ സ്കാൻ ചെയ്ത് പോകുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവിടെ നമ്മൾ സാധാരണക്കാർ പോലും നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എമൗണ്ടിൻ്റെ പുറമേ നമ്മൾ GST കൂടി അടയ്ക്കുന്നുണ്ട്. ഈ നമ്മളെ കയ്യിൽ നിന്ന് GST വാങ്ങിയിട്ട് ഇവരതെന്ത് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നില്ല, പകരം അവർ ടാക്സ് വെട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഈ സ്റ്റാഫ് പൂർണ്ണമായും എല്ലാ തുകയും എംപ്ലോയർക്ക് കൊടുക്കണമെന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ ആ എംപ്ലോയി ഒരു ഇരയാവുകയാണ് ചെയ്യുന്നത്. അയാളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും എമൗണ്ട് വരുന്ന സമയത്ത്, വലിയ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ അയാൾക്ക് GST നിന്നും ഇൻകം ടാക്സിലും ഫ്യൂച്ചറിലെ നോട്ടീസ് വരും, എന്തിനാണ് ഇത്രയും എമൗണ്ട് വന്നതെന്ന് ചോദിച്ചിട്ട്.